ഹുസൈൻ ഡൊനേറ്റഡ് 40 രൂപ ത്രൂ ഗൂഗിൾ പേ. അബു സലീമിനെ ട്രോൾ ചെയ്ത വീഡിയോ കണ്ടോ? ബ്രോക്ക് എന്താ പറയാനുള്ളത്? അങ്ങനെന്താ സംഭവടാ അബു സലീമിനെ ട്രോളല്ല, നമുക്ക് ട്രോള് സാധാരണ അല്ലടാ, ട്രോൾ എല്ലാരും ചെയ്യുന്നതല്ലേ. ഇത് ശരിയായ ബോഡി ഷെയിമിന്റെ എക്സ്ട്രീമും മറ്റേ ബോഡി ഷെയിമല്ല, മറ്റേ ശരിയായ ഇൻസൾട്ടറാ അബു സലീമിന്റെ ഇത്. ഇതല്ലേ മറ്റേ ഏതോ ഒരു ചാനൽ, ഏതോ ഒരു 4 ലൊട്ടകള് ഏതോ ഞാൻ കാണിച്ചത് അതിനകത്ത് അബു സലീമിനെ കണ്ടപ്പോ അവര് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അതാണ് ഈ വീഡിയോ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാമിൽ ഭയങ്കരമായി. പിന്നെ ഇതിലെ നടനെ കുറിച്ചും നടിയെ കുറിച്ച് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇതിൽ കണ്ടപ്പോൾ നമ്മൾ അബു സലീമാണ് ഇതിലെ വില്ലൻ എന്ന് പറഞ്ഞിട്ട് നമ്മള് ഒരിടത്ത് പോലെ അബു സലീമിനെ കാണിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇന്ന് നമുക്ക് പ്രൊമോഷൻ നിങ്ങൾ എന്തുകൊണ്ട് അബു സലീമിനെ കൊണ്ടുവരാണോ? ആക്ച്വലി ആ ട്രിക്ക് നിങ്ങളാണ് ആദ്യം ഉദ്ദേശിച്ചത്, പിന്നാണ് മറ്റേ ഹോസ്റ്റലറിൽ മമ്മൂക്കയുടെ സൗണ്ട് മാത്രമേ കാണിക്കുന്നുള്ളൂ. ആ പരിപാടി ഉണ്ടല്ലോ, ട്രെയിലറിലില്ലല്ലോ. അത്രയും വലിയ മനുഷ്യനുണ്ടെങ്കിൽ നമ്മൾ കാണാതില്ല. വെറുതെ വെറുതെയാടാ അബു സലീമിനെ അറിയാത്തന്നല്ലേ, ഇവർക്ക് അറിയാം അബു സലീമിനെ. വെറുതെ ഇവരെ വിചാരിത് കോമഡിയാന്നാ. ചങ്ങായിനാ ഇൻസൾട്ട് ചെയ്യുന്ന ഒരു കണക്കില്ല. വണ്ടിയിൽ വന്നിറങ്ങിയ സലീമൊന്നും ഇല്ല. അങ്ങ് ആരാ പറഞ്ഞത്? സ്കൂളിൽ ടീച്ചറിന്റെ പെർമിഷൻ ഒക്കെ എടുത്തായിരുന്നു നിങ്ങള്? ഈ പരിപാടിന്റെ പേരെന്താ ഞാൻ മറന്നുപോയി. ആർക്കും അറിയാത്തൊരു പരിപാടി. ഇത് ഉണ്ടാക്കിയിട്ട് മാത്രം, ഇത് ചെയ്തോണ്ട് മാത്രം റീച്ച് കിട്ടിയ ഒരു തീട്ട പരിപാടി. സുഹായ മുഹമ്മദ് ഡൊനേറ്റഡ് 10 രൂപ ത്രൂ ഗൂഗിൾ പേ. ബ്രോഹമീൻ മെന്റൽ ഹോസ്പിറ്റലിൽ പ്രയർ ചെയ്യാൻ. മെന്റൽ ഹോസ്പിറ്റൽ ഓക്കെ, ശരി. ആ ചെക്കനെ സ്കൂളിൽ നിന്ന് ടീച്ചറിന്റെ പെർമിഷൻ ഒക്കെ എടുത്തായിരുന്നു നിങ്ങള്? ആരാന്നാണ് ഇവരെല്ലാം? ഇവരെല്ലാം ആർക്ക്? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈല് കാണുന്ന ആർക്കെങ്കിലും ഈ 4 നായ്ക്കളെ ഏതെങ്കിലും ഒരുത്തൻ ആരെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൽ ആരെങ്കിലും അറിയോ? അബു സലീമിനെ നമ്മൾ കാണാൻ തുടങ്ങിയിട്ട് ഒരു 3-4 കൊല്ലായി. ഓക്കെ, ഈ 4 നാറികളെ ഏതാ? ഇവരല്ലേ ഏതാ? പാൻ ഇന്ത്യൻ സ്റ്റാർ ആണ് നമ്മള് സോങ്ങിന്റെ ഷൂട്ട് ചെയ്യുമ്പോ ജോധ്പൂർ പോയപ്പോ അവിടെ ഫാൻസ് അസോസിയേഷൻ ഉണ്ടാവും. അതെ, ഇവർക്കില്ലടാ. ഇവർക്ക് സംഭവം എന്താ അറിയോ? ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സിനോട് പുച്ഛാടാ. ഞാൻ പറയട്ടെ, ഇവർക്ക് ഈ കുറച്ച് ഇതുണ്ട്. ഇവര് കുറച്ച് യുഗപുരുഷനായിട്ട് കാണുന്ന കുറച്ച് നടന്മാരുണ്ട്. അവരെ മാത്രം ഇവര് റെസ്പെക്ട് ചെയ്യും. മനസ്സിലായി? ഈ ഇൻസ്റ്റാഗ്രാമിൽ റീച്ച് ഉണ്ടാക്കുന്നവരും ഇങ്ങനെ കണ്ടന്റ് എടുക്കുന്നവരോട് ഇവർക്ക് പുച്ഛാന്നടാ. ഇവരൊന്നും ഒരു പട്ടിക്കോ അറിയുകയും ചെയ്യില്ല. അതാണ് ഈ നീല ജീൻസ് ഇട്ട ഇത് ഏതാ നീലൊട്ട? ഇവനെ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നത്. ഇവന്റെ മോന്ത കണ്ടാലും മതി. ബംഗ്ലാദേശിലൊക്കെ ബംഗ്ലാദേശിൽ ഫാൻസുള്ള ഇവന് ബംഗ്ലാദേശിൽ പോയിട്ട് ഇവന് കുണ്ടന്നൂർ പോലും 2 ഫാൻസ് ഇല്ല. ഇവനെ ആർക്കും അറിയില്ല. ഇവര് ഇത് കണ്ടിട്ടാണ് ഞാൻ ആർക്കും അറിയില്ല ഇവനൊന്നും. ബംഗ്ലാദേശിൽ പോയിട്ട് ഇവന് എവിടെ ഫാൻസ് ഉണ്ട്? ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും ഫാൻസ് ഉണ്ടാകണമെങ്കിൽ അതിനൊരു റേഞ്ച് വേണം മുത്തേ. ഞാൻ പറയട്ടെ, അതിനല്ലൊരു അത്യാവശ്യം പേര് പരിചയെങ്കിലും വേണം ഇവന്റെ. ഞാൻ പറയട്ടെ, ഇത് ഇത്രയും വലിയ കോൺട്രവേഴ്സി ആയില്ലേ? എന്നിട്ട് ഈ നാറിയില്ലേ, ഈ ഇവിടെ ഇരിക്കുന്ന ഈ നാറികൾ കൊണ്ടുപോയാൽ അച്ചായൻ കളിക്കും. നായിന്റെ മോനെ കൂത്തിനെ വർത്താനം മൂക്കി ഞാൻ അടിച്ചു പൊട്ടിക്കും നായി. അത് ആരാന്ന് അവന്റെ പേര് നീയെല്ലാം പേര് പറയാൻ വേണ്ടിട്ടല്ലേ ഇവിടെ വന്ന് നിൽക്കുന്നത്. ഇവിടെ വന്ന് സൂപ്പർ ഇതിന്റെ ഒന്നും പേര് ഞാൻ പറയൂല. അതിന് വേണ്ടിട്ടാണ് നല്ല ഇരിക്കുന്നത്. കോളബു അബു സലീമിന്റെ നമ്പറില്ല. ഞാൻ ഇൻസ്റ്റയിൽ കുറെ ട്രൈ ചെയ്താ, കുറെ കാലമായിട്ട് കുറെ മെസ്സേജ് അയക്കുന്നത്. ഇതുവരെ എനിക്ക് റെസ്പോണ്ട് ചെയ്തിട്ടില്ല. കോൾ എടുക്കൂല. ഞാൻ കുറെ ട്രൈ ചെയ്താണ്, കിട്ടൂല. ഞാൻ കുറെ നോക്കിയതാണ്. ഇവനൊന്നും ഒരു കഴിവില്ലാത്ത. ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ, ഇത് ഇത്രയും വൈറലായില്ല ഈ പ്രശ്നം. എന്നിട്ട് അബു സലീമിന്റെ പേര് എല്ലാവർക്കും അറിയാം. ഇത് ഇത്രയും ഇവനൊന്നും ഈ വീഡിയോ ഇറങ്ങുന്നതിന് മുന്നോലും ആർക്കും അറിയില്ല. ഇത് ഇറങ്ങി കഴിഞ്ഞിട്ടും ഈ ഇരിക്കുന്ന 4 എണ്ണത്തിന്റെ പേര് ഒരിക്കലും അറിയില്ല. അതാണ് കോമഡി. ഇവരെല്ലാം ഈ റീച്ചിന് വേണ്ടി ഇത്രയും ഇൻസൾട്ട് ചെയ്ത് ചെക്കന അബു സലീമിനെ ഇത്രയും ഇൻസൾട്ട് ചെയ്ത് ഇത്രയും റീച്ച് കയറ്റി ഇവര്. എന്നിട്ട് പോലും ഇവന്മാരെ പേരാർക്കും അറിയില്ല. അതാണ് കോമഡി.
4 മില്യൺ ഫോളോവേഴ്സ് ആണ്. 4 മില്യൺ ഇല്ലല്ലോ, നമ്മള് പണി നിർത്തേണ്ടി വരും. 4 മില്യൺ ഉണ്ടാക്കണണ്ടല്ലോ. 4 മില്യൺ ഉണ്ടാക്കണമെങ്കിൽ നീയും ആ ജീൻസ് ഇട്ട അറിയിലോടാ അറിയുന്നത്. നീയും നിന്റെ ഉപ്പിയും നിന്റെ ഉപ്പാപ്പിയും ഒന്നിച്ചിരുന്ന് കുണ്ടി ഒലിക്കാതെ നിൽക്കുന്ന 4 മില്യൺ കിട്ടൂല. മനസ്സിലാ? ജീവിതകാലം മൊത്തം ഇരുന്ന് കഷ്ടപ്പെട്ടാലും 4 മില്യൺ ആക്കാൻ കഴിയില്ല. ഡൊനേറ്റഡ് 5 രൂപ ത്രൂ ഗൂഗിൾ പേ. നിഹ റൂമിലേക്ക് വാ, എനിക്ക് കളിക്കണം, ഇപ്പോൾ ലൈവ് നിർത്തിയിട്. ഐ ആം ഹോർണി. നിങ്ങൾ കുറച്ചുകൂടെ ബോഡി ഫിറ്റ് ആക്കിയിട്ടുണ്ട്. ഇവനെ അടിക്കാനാണെങ്കിൽ ഇവരുടെ ഒരു ചൂരിൽ മേടിച്ചപ്പോഴാണ്. ഇവനെ ഞാൻ കണ്ടില്ലല്ലോ. ഇച്ചങ്ങനെ എവിടെയോ കണ്ടില്ല. ഈ മൂന്നാമത് ഇരിക്കുന്ന നാറിനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. ബാക്കി എല്ലാം ഇപ്പൊ പൊട്ടി മുളച്ചുണ്ടായതാന്ന് തോന്നുന്നു. കാണിക്കുന്നുണ്ടല്ലോ, പുള്ളി കലിപ്പാണ് ഉദ്ദേശിച്ചത്. എനിക്ക് പറഞ്ഞാൽ കണ്ടിട്ട് മൂക്കൊലിപ്പാണ് എനിക്ക്. കഷണ്ടി പുണ്ട എനിക്ക് മുടി തലയില് മുടിയുണ്ടാണ് അമ്മായി. മൂക്കൊലിപ്പ ചെക്കന് മാസം. ഞാൻ ഒരു കാര്യം പറയട്ടെ, നീയെല്ലാം ഒരു മാസറോളം അഭിനയിച്ച് കാണിക്കും. നിന്റെ എല്ലാം മൂട് കണ്ട. നിന്റെ ഫോർഹെഡിൽ തന്നെ ഉണ്ടല്ലോ ഒരു ഹൈവേ പണിയാനുള്ള സ്ഥലം. നിന്റെ നെറ്റിയിൽ ഒരു ഹൈവേ പണിയാനുള്ള സ്ഥലം. അമീന്റെ അണ്ടി മാറി അതിനെ കൊണ്ട് പൊന്താത്തൊരു പേരില്ലേ. ഞാൻ പറയട്ടെ ഇത് ഏത് ഷോ എന്താ ലൊട്ടകളെ ഈ ഷോ ഇങ്ങ കാണുന്ന ഈ ഷോ നടത്തുന്ന ലൊട്ടകൾ ഇത് കാണുന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കും. നിങ്ങൾ ധൈര്യം ഉണ്ടെങ്കിൽ ആ ഷോയിലേക്ക് എന്നെ വിളിക്കും. ഞാൻ വന്നിരിക്കാം. ഓക്കെ, ഞാൻ വന്നിരിക്കാം. എന്നിട്ട് എന്നോട് ഇങ്ങനത്തെ വർത്താനം നീ പറ. കേട്ടിരാ? മഹാദേവന്റെ പൊങ്ങിട്ടാണോ? ധൈര്യം ഉണ്ടെങ്കിൽ ഈ ഷോക്ക് എന്നെ വിളിക്കും നിങ്ങൾ. ഓക്കെ, മാത്രമേ ഇവിടെ പൊങ്ങുന്നുള്ളൂ. ഓക്കെ, അപ്പോ അൻസിലിന് കളി വേണ്ട, അൻസിലിന് പെണ്ണുണ്ട്. അതിന് ഞാൻ എന്താക്കണോ? ഞാൻ പറയട്ടെ ലൊട്ടകളെ, ഞാൻ പറയട്ടെ, അന്നെ വിളിക്കുമ്പോ എനിക്ക് അതിൻ്റെതായ പേയ്മെന്റ് തരണ വരും. വെറുതെ ഫ്രീ ആയിട്ട് ഓസിക്ക് മുമ്പാ നീ നിക്കണ്ട. ഞാൻ പൊട്ടത്തരം പറയത്. എന്നെ വിളിക്കുന്നിട്ട് ഞാൻ വെല്ലുവിളിച്ചിട്ട് ഇവർക്ക് അതും വെച്ച് വേറെ റീച്ച് ഉണ്ടാക്കും. ഓക്കെ, അതിനൊക്കെ പേയ്മെന്റ് വേണം. നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ പേയ്മെന്റ് തന്നെ വിളിച്ചാടി എടുത്തിട്ട് എന്റെ മുന്നിൽ തന്നെ റോസ്റ്റ് ചെയ്യും. ഓക്കെ, ജോക്സ് അപ്പാർട്ട്, റോസ്റ്റ് അപ്പാർട്ട്. ഞാൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റോസ്റ്റ് ആണ്. ആ ഒരു സെൻസിൽ അങ്ങനെ പോട്ട് ഇട്ടാ ഇതെന്ത് റോസ്റ്റ്? എനിക്ക് എന്താ പറയുന്നത്? സീക്രട്ട് ഏജന്റ് എല്ലാത്തിനും ഒരു നടുക്കാ നിൽക്കാല്ലേ ചങ്ങായി. പൊക്കുന്നവരെയും താത്തുന്നവരുടെയും ഇഷ്ടമാണ്. സ്വന്തം പൊങ്ങോ താഴോ എന്നുള്ള അവനാൻ തന്നെ പറയണല്ലേ. കണ്ണൻ ഡൊനേറ്റ് 20 രൂപ ഗൂഗിൾ പേ. തൊപ്പിയുടെ അണ്ടിയിൽ ബോട്ടിലെ ആർട്ട് ചെയ്യാൻ കൊടുക്കുന്നു. ബോട്ടിലാർട്ടാ? അണ്ടിയില് ബോട്ടിലാർട്ടാ എങ്ങനെയാന്ന് നിങ്ങൾക്കറിയില്ല? അങ്ങനത്തെ പരിപാടി ഉണ്ടോ? പറയണം പൊങ്ങിയിട്ടുണ്ടോ തന്നിട്ടുണ്ടോ എന്നുള്ളത്. അതവിടെ നിക്കട്ടെ. പിന്നെ ഈ പറഞ്ഞ അബു സാലിം എന്ന് പറഞ്ഞ വ്യക്തി ഒരു എന്താ പറയാ, ഇത് റോസ്റ്റിംഗ് ആണ്. അപ്പൊ ആ ഒരു സെൻസിൽ ഇവര് പറയും. പക്ഷെ റോസ്റ്റ് മാറി നിർത്തി നോക്കുമ്പോ ഞാൻ പറഞ്ഞല്ലോ, അബു സാലിം എന്ന് പറഞ്ഞ വ്യക്തിയെ ഇപ്പൊ ഈ റോസ്റ്റിംഗിൽ പലരെ കുറിച്ചും പറയുന്നുണ്ട്. പക്ഷെ സോഷ്യൽ മീഡിയയിൽ ചർച്ച വരുന്ന സമയത്ത് അബു സാലിമിന്റെ പോർഷൻ എടുത്തിട്ട് ഇത്രയും ആളുകൾ കമന്റ്സ് ഇട്ടിട്ട് അല്ലെങ്കിൽ റീൽസ് ഇട്ടിട്ട് ഇവ രണ്ട് ഭാഗത്ത് ഇങ്ങനെ രണ്ട് തോണിയിൽ ഇങ്ങനെ നടുക്കാ നിൽക്കാല്ലേ. സീക്രട്ട് ഏജന്റ് എപ്പോ നിങ്ങൾ ശ്രദ്ധിച്ചാ? സീക്രട്ട് ഏജന്റ് എപ്പം വീഡിയോ ഇടുമ്പില്ലേ കണ്ണും പൂട്ടി ആരും അങ്ങനെ മുസ്തഫ ഡൊനേറ്റ് 10 രൂപ ത്രൂ ഗൂഗിൾ പേ. എനിക്ക് നിന്നെ വേണം, എനിക്ക് നിന്നെ വേണം, എനിക്ക് നിന്നെ വേണം. എടുത്തോടാ. നീ എന്നെ താങ്ങോടാ. നിനക്കെന്നെ വേണമെന്ന് പറയാം. നീ താങ്ങോടല്ല, എനിക്ക് താങ്ങാനുള്ള ശേഷി ഉണ്ട്. എന്താ നീ വാ, ഇതാ എടുത്തോ, ഞാൻ തരാം. ആരോടാ വന്നിട്ട് പറയുന്നവര്? സാലിമിന് എന്തിനു ഇവര് പറയുന്നത്? അവിടെ തന്നെ ഉണ്ട് അബു സാലിം എന്ന് പറഞ്ഞാല് റീൽ ക്രിയേറ്റർ ആണെങ്കിൽ പോലും അയാളുടെ റേഞ്ച് സിനിമയിൽ ചിലപ്പോൾ ഇങ്ങനെയുള്ള റീൽ ക്രിയേറ്റേഴ്സിനെ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ അവർക്ക് പെട്ടെന്ന് ഡൈജസ്റ്റ് ആവണമെന്നില്ല. കുറച്ച് പാടാണ്. കാരണം അത് രണ്ടും പാരലൽ യൂണിവേഴ്സ് ആയിട്ട് പോകുന്നത്. രണ്ട് രീതിയിൽ പോവാ. അപ്പൊ ഒരിക്കലും ഇവിടെ ഇവരെ രണ്ട് വർത്താനൊക്കെ പറയണോടാ. എനക്ക് ഇവരെ ഷോയിലേക്ക് പോയിട്ട് ഇരിക്കണോടാ. എനിക്ക് രണ്ട് വർത്താനം എങ്ങനെ പറയണോടാ. ഇതില് എത്ര സോങ്സ് ഉണ്ട് ഈ പടത്തിൽ? 19. എന്ത് കഴിഞ്ഞ വർഷം മലയാള സിനിമയിൽ ആകെ 19 പാട്ടാണ് ഇറങ്ങിയത്. അതിലെ 10 പാട്ട് ഞങ്ങൾ മുൻപ് വിഷ്ണു ബിബ ഡൊനേറ്റഡ് 5 രൂപ ത്രൂ ഗൂഗിൾ പേ. തൊപ്പി എന്റെ ഫ്രണ്ട് മൂസക്കു ഒരു പെണ്ണ് സെറ്റ് ആക്കി തരോ, പക്ഷെ അവന് അണ്ടിയില്ല. ഇവനും അണ്ടിയില്ല എന്നൊക്കെ തോന്നട്ടാ. ഇവനും അണ്ടിയില്ല ആ സംഭവം. ഇവന്റെ ഡ്രസ്സിങ് നോക്കിയടാ. ഇവന്റെ ഡ്രസ്സിങ് നോക്കിയ ഒരുമാതിരി അല്ലേ, ഒരു ഔട്ട്ഡേറ്റഡ് വേണോടാ. റിയാക്ട് ചെയ്തിട്ടുള്ള ലിറ്റിൽ മിസ് റാവുത്തർ തന്നെ ഉണ്ടായിരുന്നു. 25 പാട്ട്. നമ്മൾ എപ്പോഴും എടുക്കുന്ന പടം ഇതുപോലെയുള്ള പടങ്ങളാണല്ലോ. വിടാം വിഷയം നേരത്തെ
സ്കിപ്പ് പിള്ളേരുടെ